ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ അങ്ങനെ നമ്മൾ വീണ്ടും നമ്മളൊരു ട്രെയിലർ റിയാക്ഷൻ വന്നിരിക്കും സുഹൃത്തുക്കളെ. ധ്യാൻ ശ്രീനിവാസൻ 2.0 അഭിനയിക്കുന്ന ഡിറ്റക്റ്റീവ് ഉജ്ജ്വല എന്ന് പറഞ്ഞ പടത്തിന്റെ ട്രെയിലർ അങ്ങനെ ഒരു മണിക്കൂർ മുമ്പ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. സോ പടം 23-ാം തീയതിയാണ് ഇറങ്ങുന്നത്. ഒട്ടും വൈകാതെ തന്നെ നമുക്ക് പടത്തിന്റെ ട്രെയിലർ കിടക്കാം സുഹൃത്തുക്കളെ. പടം റൈറ്റ് ചെയ്തേക്കുന്നതും ഡയറക്റ്റ് ചെയ്തേക്കുന്നതും ഇന്ദ്രനീൽ ഗോപികൃഷ്ണൻ എന്ന് പറയുന്ന ആളാണ്. പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് സോഫിയ പോൾ ആണ്. പുള്ളിക്കാരത്തെയാണ് മിന്നൽ മുരളി, RDXും പിന്നെ ബാംഗ്ലൂർ ഡേയ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. ലെറ്റ്സ് വാച്ച് ദ ട്രെയിലർ ഓഫ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വല ഗൈസ്. Weekend blockbusters, B group. Weekend cinematic universe. അടുത്ത സിനിമാറ്റിക് യൂണിവേഴ്സ് ആണ് കഴിച്ചത്. അങ്ങനെയല്ല, കുറ്റകൃത്യങ്ങൾ നടക്കാറുണ്ട്. ക്രൈം റേറ്റ് ഏറ്റവും കുറവുള്ള സ്റ്റേഷനാണ് പ്ലാച്ചിക്കാവ് എന്നത് ഈ ഭൂമിയിലെ ഒരു സ്വർഗ്ഗം. പ്ലാച്ചിക്കാവ്. തലവരെ മാറുന്ന കേസുകളിൽ ആര് കണ്ടു? എന്തോ പഴക്കൊല മിസ്സികളെന്ന് കേട്ടു. അവസാനം ചെറിയ ചെറിയ കേസ് അന്വേഷിക്കുന്ന ഒരു ഡിറ്റക്റ്റീവ് ആണ്. അപ്പോഴാണ് ഈ സൈക്കോ കില്ലർ വരുന്നത്. ബോഡിയിൽ ചുറ്റി കൊണ്ടോ സമാനമായ എന്തോ കൊണ്ട് പാടുണ്ട്. പ്രത്യേകിച്ച് നെറ്റി. സിജു വിൽസൺ, അമീൻ, നിഹാല്, ഉമാരെല്ലാം ഉണ്ടല്ലോ. സോഫിയ പോൾ ആരടാ അപ്പൊ കില്ലർ? സാറ് കൊള്ളാം. 5 മിനിറ്റ് കൊണ്ട് കഥ മൊത്തം മാറ്റിയത്. സൂപ്പർ ഹീറോ പടമല്ല. മോഷണം തന്നെ കണ്ടുപിടുത്തോണ്ടാണ് കൊന്നതെന്ന് തന്നെയാണോ? ഡിറ്റക്റ്റീവ് ഉജ്ജ്വല ഇന്ദ്രനീൽ ഗോപികൃഷ്ണൻ in cinemas May 23 guys. അപ്പോൾ സൂപ്പർ ഹീറോ പടമല്ല അല്ലെന്നാണ് തോന്നുന്നത്. അപ്പോൾ ധ്യാൻ ശ്രീനിവാസൻ 2.0 ഞാൻ പറഞ്ഞതുപോലെ തന്നെ പ്രൊഡ്യൂസ്ഡ് ബൈ സോഫിയ പോൾ. ആ ഒറ്റ പ്രതീക്ഷയിലാണ് പടം കാണാൻ പോയിരിക്കുന്നത്. അതായത് ബാംഗ്ലൂർ ഡേയ്സ്, RDX, മിന്നൽ മുരളി, ഇതൊക്കെ പ്രീവിയസ് പടങ്ങളൊക്കെ കിഡിലോസ്കി പടമായിരുന്നു, ബ്ലോക്ക് ബസ്റ്റർ പടങ്ങളായിരുന്നു. അപ്പോൾ ഒരു സൈക്കോ കില്ലർ, ആ ഒരു കേസ് അന്വേഷണം, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണെന്നാണ് കേട്ടത്. ഈ ട്രെയിലർ കണ്ടപ്പോൾ മനസ്സിലായതും സൂപ്പർ ഹീറോ പടം അല്ല എന്നാണ് ഇതുവരെ അറിയാൻ സാധിച്ചതും ഇത് കണ്ടപ്പോഴും തോന്നിയത്. ഇനി എന്താണെന്ന് അറിയത്തില്ല. ബട്ട് അവർ ഇൻ്റർവ്യൂവിനൊക്കെ പറയുന്നുണ്ടായിരുന്നു മിന്നൽ മുരളി യൂണിവേഴ്സുമായിട്ട് ബന്ധമില്ല കറൻ്റ്ലി, ബട്ട് ഫ്യൂച്ചറിൽ ഇനി എപ്പോഴെങ്കിലും എന്തെങ്കിലും, കാരണം ഒരേ പ്രൊഡ്യൂസേഴ്സ് ആയതുകൊണ്ടും മേ ബി ഇനി എന്തെങ്കിലുമൊക്കെ കണക്ഷൻ ചിലപ്പോൾ വന്നെന്ന് വരാം. സോ യെസ് കേസ്. അപ്പം 23-ാം തീയതിയാണ് പടം ഇറങ്ങുന്നത്. സോ ഈ കേസ് അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.